അന്ത്യത്താഴത്തിന്റെ സമയത്ത് നമുക്കറിയാമല്ലോ, യേശുവിന്റെ മാറോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ. അന്ന് അവനോട് മധുരമായി യേശു സംസാരിച്ചത് യോഹന്നാൻ അറിയാം, അവൻ ഓർക്കുന്നുണ്ട്. അവന്റെ മാറോട് ചാരിയിരുന്നു. മധുരമായി സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 11 പേർക്കും മറച്ചു വെച്ച കാര്യങ്ങൾ പോലും യേശു ആരോട് സംസാരിച്ചു? യോഹന്നാനോട് സംസാരിച്ചു. യേശു പറയാണ്, എന്നെ നിങ്ങളിൽ ഒരാളെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആരാന്ന് എല്ലാവരും കൂടെ ചോദിക്കാൻ പത്രോസ് യോഹന്നാനോട് പറഞ്ഞു, നീയോ ഇരു. ചിലപ്പോൾ പത്രോസിന് പേടിയായിരിക്കും, അത് നീയാന്നോ വല്ലതും പറഞ്ഞാലോ എന്നുള്ള പേടിക്കായിരിക്കും ചോദിക്കാൻ വിട്ടത്. പക്ഷെ യോഹന്നാന് നല്ല ഉറപ്പുണ്ടായിരുന്നു, അത് ഞാന് അല്ല. യോഹന്നാൻ ചോദിച്ചു, അതാരാ കർത്താവേ? യേശുവിന്റെ മാറോട് ചാരിയിരുന്നു. യേശു അത് വെളിപ്പെടുത്തി കൊടുത്തു യോഹന്നാന്. പക്ഷെ വേറെ കാര്യമുണ്ട്, യോഹന്നാൻ അത് വിളിച്ചു പറഞ്ഞില്ല. അപ്പോൾ യേശുവിനോട് ലോകത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ പലസ്തീനിലെ യേശുവിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ആളാണ് ആര്? അതിനുശേഷം ഗത്സമനയിൽ രക്തം വിയർപ്പുതുള്ളിയായി ഒഴുക്കിയ യേശുവിനെ എന്റെ ഉള്ളം വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പം നമ്മുടെ ഹൃദയം, അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ഇതൊക്കെ ആരോട് പറയും? യേശുവിനോട് പറയും. പക്ഷെ ഇവിടെ യേശു എന്ത് ചെയ്യുന്നുണ്ട്? യേശുവിന്റെ മനോവ്യത ആരോട് വെളിപ്പെടുത്തി? ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. യേശുവിന് സംശയമൊന്നുമല്ല, യേശുവിന്റെ വേദന. ഗത്സമനയിൽ നിന്ന് പിന്നീട് നമ്മൾ കാണുന്നു ഹെരോദാവിന്റെയും പീലാത്തോസിന്റെയും മാറി മാറിയുള്ള വിചാരണയിൽ മൗനമായി ആ വിചാരണ ഏറ്റെടുത്തവനായ യേശുവിനെ യോഹന്നാൻ കാണുന്നു. പിന്നീട് ചാട്ടവാറിന്റെ അടിയേറ്റ് പുളഞ്ഞവനായ യേശുവിനെ. കാര്യം യോഹന്നാൻ അങ്ങ് വരെ, ഏറ്റവും അകത്തളത്തിൽ വരെ മഹാപുരോഹിതന് പരിചയമുള്ളവനായതുകൊണ്ട് യോഹന്നാൻ അകത്ത് കയറി. അവൻ ചെന്ന് റെക്കമെൻഡ് ചെയ്ത് പത്രോസിനെ കൂടെ കയറ്റി. പക്ഷെ പത്രോസ് അപ്പുറത്ത് പോയിരുന്ന് തീ കാഞ്ഞു. അപ്പോഴും യോഹന്നാൻ എന്ത് ചെയ്തു? യേശുവിന്റെ അടുത്തുനിന്ന് മാറാതെ നിന്നു. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പുള്ള പീഡാനുഭവങ്ങളെല്ലാം നേരിട്ട് കണ്ടവനാണ് ആര്? യോഹന്നാൻ. അവൻ ചാട്ടവാറടിയേറ്റ് പൊളഞ്ഞത്, ഭാരമുള്ള മരക്കുരിശും എടുത്തുകൊണ്ട് ആ യെരുശലേമിന്റെ തെരുവീതികളിലൂടെ നടന്നത്. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ അവനത് താങ്ങാൻ കഴിയാതെ വീണു എഴുന്നേറ്റും. ഒടുവിലാണ് കുറേനക്കാരനായ ശിമോനെ വിളിച്ച് ആ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കുന്നത്. ഇതെല്ലാം കണ്ടവനായി യോഹന്നാൻ. ക്രൂശിന്റെ അടുത്ത് യോഹന്നാനുണ്ട്, ബാക്കി ആരുമില്ല. യോഹന്നാനുമുണ്ട്, കുറച്ച് സ്ത്രീകളുമുണ്ട്, യേശുവിന്റെ അമ്മ മറിയമുണ്ട്. യേശു ഏറ്റവും ഒടുവിൽ അവന്റെ അമ്മയുടെ ഉത്തരവാദിത്വം ആരെയാ ഏൽപ്പിച്ചത്? യോഹന്നാനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷമാണെങ്കിലും അടച്ചിട്ട മുറിയിൽ അവരൊരുമിച്ചിരിക്കുമ്പോൾ അതിന് നടുവിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ യേശുവിനെയും യോഹന്നാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലും യോഹന്നാൻ താഴെ വീണില്ല, മരിച്ചവനെ പോലെ താഴെ വീണില്ല. തോമസിനോട് നീ സംശയിക്കണ്ട, എന്റെ ആണിപ്പാടുകളിൽ വിരലിട്ടും വിലാപ്പുറത്ത് കൈകൾ കടത്തി നീ പരിശോധിച്ചു നോക്കാൻ പറയുന്നു. യോഹന്നാൻ ഇത് കണ്ടതാണ്. കടൽ തീരത്ത് അവൻ ഭൂതമായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഭൂതമല്ല, ഭൂതത്തിന് എന്നെ പോലെ അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ യേശു. അതിനുശേഷം അവന്റെ കൂടെ ഇരുന്ന് പ്രാതൽ കഴിച്ചവനായ യേശു പത്മോസിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ സംശയം, ആ യേശു തന്നെയല്ലേ ഇത്? കാര്യം ഈ ഒരു ദർശനം ഇതുവരെ അവന് കിട്ടിയിട്ടില്ല. അതെ, പഴയ യേശു തന്നെയാണ്, യേശുവിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴാണ് അവന്റെ മഹിമ നമ്മൾ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ ഈ മഹിമ വെളിപ്പെടുത്തിയായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും അവന്റെ അടുത്തോട് അടുക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം എന്താണ്? ദൈവത്തിന്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം
പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവം എല്ലാ കാലയളവിലും ചെയ്തത് അവന് മനുഷ്യന് കൊടുക്കാനുള്ള വെളിപ്പാട് ഒറ്റയടിക്ക് കൊടുക്കാതെ ക്രമേണ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് നമ്മൾ പറയും. റെവലേഷൻ പ്രോഗ്രസീവാണ്. അത് ദൈവത്തിന്റെ പ്രശ്നമല്ല, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഇത് വെളിപ്പെടുത്തുന്നുള്ളതല്ല. ദൈവത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കാൻ മനുഷ്യനുള്ള കപ്പാസിറ്റി എത്രയുണ്ടോ അതനുസരിച്ചാണ് എപ്പോഴും ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പാട് ഇപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച യേശു. കാലസമ്പൂർണത എന്താ? കാലസമ്പൂർണത അന്നേരമാണ് യേശുവിനെ, അല്ലെങ്കിൽ യേശുവിന്റെ പ്രവൃത്തിയെ, ലോകത്തിലേക്ക് വന്ന യേശുവിന്റെ പ്രവൃത്തിയെ അല്പമെങ്കിലും മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന കാലഘട്ടം. അപ്പോൾ ഭാഗമായിട്ടും വിവിധമായിട്ടും, അതായത് എല്ലാ വെളിപ്പാടും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. പഴയ നിയമത്തിൽ എല്ലാ വെളിപ്പാടും എല്ലാവർക്കും കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. പക്ഷെ പുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ, അതുകൊണ്ട് പ്രവാചകന്മാര് അവർക്ക് ലഭിച്ച റെവലേഷൻ പാർഷ്യലായിട്ടുള്ള റെവലേഷനായിരുന്നു. അവർക്ക് ലഭിച്ച റെവലേഷൻ ഒന്നും തെറ്റാണെന്നല്ല ഇവിടെ പറയുന്നത്, പാർഷ്യലായിരുന്നു. ആ സമഗ്രമായ ഒരു വെളിപ്പാട് പഴയ നിയമ വിശുദ്ധന്മാർക്ക്, പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടില്ല. അവർക്ക് ലഭിച്ച വെളിപ്പാട് അവരെഴുതി വച്ചു. അപ്പൊ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഈ വെളിപ്പാട് വർദ്ധിച്ചു വരികയാണ്. അങ്ങനെയാണ് ദൈവം ശരീരത്തിൽ ഭൂമിയിലേക്ക് വരുന്നത്. ശരീരത്തിൽ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, നീ എനിക്ക് തന്നവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തോ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് യേശു പറഞ്ഞോ, കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ് എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, അതൊക്കെ അവർക്കറിയാം. പക്ഷെ നാമം എന്നവിടെ പറയുന്നത് നേച്ചർ, ക്യാരക്ടർ, സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് മനസ്സിലായിട്ടില്ല. അവന്റെ കരുണയുടെ വലിപ്പമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യരെ എത്ര കരുണയോടെയാണ് കർത്താവ് കാണുന്നതെന്ന് യേശു വന്നതിന് ശേഷമാ ലോകത്തിന് മനസ്സിലായത്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം, ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയണമെങ്കിൽ, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പലസ്തീനിലൂടെ നടന്ന യേശുവിനെ നോക്കിയാൽ മതി. അതാണ് ദൈവത്തിന്റെ സ്വഭാവം, അതാണ് ദൈവത്തിന്റെ നേച്ചർ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, ഇവിടെ വെളിപ്പാട് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. നോക്കുക, തേജസ്സിന്റെ പ്രഭ, he is exact resemblance of God's glory and the very stamp of his nature. He is the exact resemblance of God's glory. ദൈവത്തിന്റെ തേജസ്സിന്റെ റിസംബ്ലൻസ്, എക്സാക്ട് റിസംബ്ലൻസ് ആണ് പുത്രൻ നമുക്ക് വെളിപ്പെടുത്തിയത്. ആൻഡ് ഹി ഈസ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. സ്റ്റാമ്പ്, മുദ്ര, തത്വത്തിന്റെ മുദ്ര, അതായത് ദൈവത്തിന്റെ എസൻസ്. അത് പഴയ നിയമ പ്രവാചകന്മാർക്കൊന്നും അത്രയും മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ റബ്ബർ സ്റ്റാമ്പൊക്കെ, നമ്മൾ സീലൊക്കെ മിറർ ഇമേജ് ആണെന്ന് നിങ്ങൾക്കറിയാം. അത് വായിക്കാൻ ഇച്ചിരി പാടാ. എന്നു വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടൊക്കെ വേണമെങ്കിൽ, കാര്യം നമ്മൾ എഴുതുന്നത് പോലെ അല്ലല്ലോ, അതിന്റെ മിറർ ഇമേജ് ആണ് എവിടെ വരുന്നത്, കണ്ണാടിയിൽ കാണുന്നത് പോലെയാണ് എവിടെ വരുന്നത്, ഈ സീലയിൽ വരുന്നത്. അപ്പൊ പഴയ നിയമ പ്രവാചകന്മാരൊക്കെ അത് വായിച്ചപ്പോൾ അതിന്റെ കോണിലും മൂലയുള്ള അക്ഷരങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പക്ഷെ പുത്രൻ അങ്ങനല്ല വെളിപ്പെടുത്തിയത്. പുത്രൻ വന്നപ്പോൾ ദൈവം ആ സീല്, ഒരു സീല് വായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഒരു കടലാസയിലോട്ട് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് വായിക്കാം. ഇതുപോലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ,
ദൈവത്തിന്റെ തത്വത്തെ, എസൻസിനെ ഒരു ശരീരത്തിലോട്ടങ്ങ് പതിപ്പിച്ചു, സ്റ്റാമ്പ് ചെയ്തു. ഇപ്പൊ ദൈവത്തെ മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ല. കാര്യം എന്താണ്? അവൻ തത്വത്തിന്റെ മുദ്രയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, നേച്ചർ എന്താണ്, അവന്റെ എസൻസ് എന്താണ്, ഇത് മനസ്സിലാക്കാൻ യേശുവിനെ നോക്കിയാൽ മതി. അവന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ യേശുവിനെ നോക്കിയാൽ മതി. എന്നാൽ പലസ്തീനിൽ വെളിപ്പെടുത്തപ്പെട്ട, ശരീരത്തിൽ വെളിപ്പെട്ട യേശു ദൈവത്തിന്റെ മഹത്വപൂർണമായ വെളിപ്പാടല്ല. അങ്ങനെ വന്നായിരുന്നെങ്കിൽ, അതായത് ഇവിടെ പറയുന്നത് അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കും. അപ്പൊ പാപത്തിന് പരിഹാരം വരുത്തുക എന്ന വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവനവന്റെ മഹിമയെ ഉരിഞ്ഞു വെച്ച് താഴേക്ക് ഇറങ്ങി വന്നതാണ് പലസ്തീനിലെ യേശു. ആ യേശു അവന്റെ മഹിമയോടുകൂടെ വെളിപ്പെട്ടിരുന്നെങ്കിൽ ഒരു മനുഷ്യനും അവനെ കാണാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ വെളിപ്പാടിൽ കാണുന്ന യേശുവാണ്, യേശുവിന്റെ രൂപമാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ബീയിങ്ങിന്റെ പ്രതിരൂപം എന്ന് പറയുന്നത് വെളിപ്പാടിൽ കണ്ട യേശുവാണ്. കാര്യം അവൻ മഹത്വവാനായ യേശുവാണ്. എന്നാൽ വെളിപ്പാടിൽ കണ്ട യേശു പോലും ദൈവത്തിന്റെ പൂർണ്ണ മഹിമയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാര്യം പൂർണ്ണമായിട്ട് അങ്ങോട്ട് വെളിപ്പെടുത്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ യോഹന്നാൻ ഇപ്പം മരിച്ചവനെ പോലെ ആയുള്ളൂ, ചിലപ്പോൾ മരിച്ചുപോയന്. വോൺ കാർലോസ് ഓട്ടിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. ഞാൻ ഒത്തിരി അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗം കേട്ടുള്ളവർക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസിന് നേരെ ദൈവം ആ സ്വർഗത്തിന്റെ വാതിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് തുറന്നു വെച്ചു. അപ്പോഴത്തേക്ക് അവൻ അന്ധനായിപ്പോയി. ഒരു സെക്കൻഡിന് പകരം ഒരു മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇവൻ കത്തിച്ചാമ്പലായി പോയേനെ. കാര്യം ദൈവത്തിന്റെ മഹിമയെക്കുറിച്ചൊന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. പക്ഷെ ഈ മഹിമയെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും പിന്നെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന രൂപാന്തരം. ഞാൻ ഈ വേദഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒത്തിരി രൂപാന്തരപ്പെടുത്തിയ ഒരു ദൈവവചനമാണിത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്നെ തിരിച്ചു മറിച്ച് വെച്ച ഒരു വേദഭാഗമാണ്. നമ്മളിങ്ങനെ ഓടിച്ച് വായിച്ചു പോകുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ദൈവമാണല്ലോ, അല്ലെങ്കിൽ ഈ മഹത്വപൂർണനായ, എനിക്ക് ഇന്നും യോഹന്നാന് വരെ മനസ്സിലായതുവരെയൊക്കെ നമുക്ക് കാണാനെങ്കിലും പറ്റുന്നുള്ളൂ, ആ ഒരു യേശു ആണല്ലോ എന്റെ കൂടെ നടക്കുന്നവനായ യേശു. പലസ്തീനിലൂടെ നടക്കുന്ന യേശു എന്റെ കൂടെ നടക്കുന്ന എനിക്ക് അത്രയും അത്ഭുതം ഉണ്ടാക്കത്തില്ല. പക്ഷേ പത്മോസിലെ യേശു എന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയാത്തത്ര ആഴമുള്ള അനുഭവമാണ്. ആ മഹത്വവാനായ യേശുവിന്റെ ദർശനം ഉണ്ടാകുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ പിന്നെ അശുദ്ധിയെക്കുറിച്ച് ആലോചിക്കത്ത് പോലുമില്ല. പലസ്തീനിലെ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിച്ചവനായ യേശുവാണ്. പക്ഷെ പത്മോസിലെ യേശു അതല്ല. പത്മോസിലെ യേശു ചുരുങ്ങി 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 വന്നതാണ് പലസ്തീനിലെ യേശു. ചുരുങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് നമ്മൾ ചെയ്ത കാര്യമല്ല, അത് അവൻ തന്നെ. എന്തുകൊണ്ടാണ് അവനെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്താഞ്ഞത്? നമുക്കത് വഹിക്കാനുള്ള ഒരു ത്രാണിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലസ്തീനിലെ യേശുവിനെ മനസ്സിലാക്കിയ വ്യക്തികൾ ആ പത്മോസിലെ യേശുവിനെ കൂടെ കാണുന്നില്ലെങ്കിൽ, അതുകൂടെ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ആ യേശുവിന്റെ സമൂലമായ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അവനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാനായിട്ട് കഴിയില്ല.
നമ്മൾ ഈ കളികളെല്ലാം കളിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവസന്നിധി നിന്നോണ്ട് തന്നെ ഈ കളികളെല്ലാം കളിക്കുന്നതിന്റെ കാര്യം. ചുങ്കക്കാരോടും പാവികളോടും കൂടെ ഭക്ഷണം കഴിച്ച യേശുവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അവന്റെ ദർശനത്തിന്റെ ആ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവൻ എങ്ങനെയുള്ളവനാണെന്നുള്ള പ്രത്യേകതകൾ നമ്മളൊന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ദർശനം നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ കാണുന്നത് കർത്തൃ ദിവസത്തിൽ 10-ാം വാക്യത്തിൽ, ഞാൻ ആത്മവിവശനായി. അതിനുശേഷം കർത്താവ് സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ ഞാൻ കേട്ടു. കണ്ടില്ല, പുറകിൽ കേട്ടു. കാഹളത്തിനൊത്ത് കർത്താവ് സംസാരിച്ചപ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം യേശു സംസാരിക്കുന്ന യോഹന്നാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാഹളനാദം പോലൊന്നും അല്ല കേട്ടത്. കാഹളത്തിനൊത്ത മഹാനാദം പോലെ ഒരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാനൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴോ തിരിഞ്ഞപ്പോൾ പിന്നീടാണ് അവിടെ കാണുന്നത് 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, യോഹന്നാൻ കണ്ട ഈ ദർശനം, അത് കണ്ടാൽ നമ്മൾ താഴെ വീണു പോകും, മരിച്ചവനെ പോലെ ആയിപ്പോകും. പിന്നെ എണീക്കണമെങ്കിൽ അവൻ പിടിച്ചെണീപ്പിക്കണം. അവൻ പിടിച്ചെണീപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, പലസ്തീനിലെ യേശുവും പത്മോസിലെ യേശുവും ഒരേ യേശു തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പലസ്തീനിലെ യേശുവിനെ, അവന്റെ എളിമ, അവന്റെ വേദന, അതൊക്കെ ഞങ്ങൾ കണ്ടു, അറിഞ്ഞു. എന്നാൽ കർത്താവേ, പത്മോസിലെ യേശുവിനെ കൂടെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഞങ്ങൾ തീർത്തും മനസ്സിലാക്കുന്ന കർത്താവേ, നിന്റെ യഥാർത്ഥ ദർശനത്തോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഒരുക്കണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.